പീരുമേട് ഏലപ്പാറയിലെ കൊലപാതകം പ്രതിയെ 6 മണിക്കൂറിനുള്ളിൽ പിടികൂടി പീരുമേട് പോലീസ്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഏലപ്പാറ ടൗണിലെ ലോഡ്ജ് മുറിയിൽ കോതമംഗലം കുട്ടമ്പഴ സ്വദേശി മനു ജോസഫിനെ കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സൈഫുദ്ദീൻ മണ്ഡലിനെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും മണിക്കൂറുകൾക്കുള്ളിൽ പീരുമേട് പോലീസ് പിടികൂടിയത്. ഏലപ്പാറ ടൗണിലെ ഹോട്ടലിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മനു ജോസഫും സൈഫുദ്ദീനും ജോലി ചെയ്തു വരികയായിരുന്നു. ഇരുവരും ഏലപ്പാറയിലെ ശിവദാസിന്റെ ലോഡ്ജിലായിരുന്നു താമസം. മനു ജോസഫിനെ താമസ സ്ഥലത്ത് തലയ്ക്കും മുഖത്തും മാരകമായ പരിക്കേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ഒപ്പമുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ കാണാതായതാണ് സംശയത്തിന് ഇടയാക്കിയത്. കൊല്ലപ്പെട്ടയാളെക്കുറിച്ചോ കൂടെ ഉണ്ടായിരുന്ന ആളെക്കുറിച്ചോ തുടക്കത്തിൽ വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് പീരുമേട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സാജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഊർജിതമായ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി സൈഫുദ്ദീൻ മണ്ഡലാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രതി നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു. കോട്ടയം ജില്ലാ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. എങ്ങനെയാണ് കൃത്യം നടത്തിയിരിക്കുന്നത്? ഈ പ്രതി 6 ദിവസം മാത്രം കഴിഞ്ഞ പത്രപ്രധാന ഹോട്ടലിൽ ജോലിക്കാരുണ്ട്. 6 ദിവസം മാത്രമായിട്ടുണ്ട്. മറ്റേയാളും ബന്ധപ്പെട്ടയാളും ഈ ഹോട്ടലിൽ കുറേ നാളായിട്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിൽ മദ്യപിച്ച് കഴിഞ്ഞ ദിവസം പ്രശ്നമുണ്ടായ ദിവസം ഈ കൊല്ലപ്പെട്ടയാൾ ജോലിക്ക് പോയിരുന്നില്ലാന്ന് മനസ്സിലാകുന്നത്. അയാൾ മദ്യപിക്കായിരുന്നു. ഇയാൾ രാത്രി 11 മണിക്ക് ജോലി കഴിഞ്ഞപ്പോൾ അയാളോട് ചെയ്യാം മദ്യപിച്ചതിൻ്റെ അവസരങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ ഇയാൾ കത്തിയെടുത്ത് അയാൾ പുറത്ത് കുത്തി 5 വട്ടം കുത്തി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അയാൾ താഴെ വീണപ്പോൾ മുഖത്ത് ചവിട്ടി പരിക്കേൽപ്പിച്ച് അയാൾ മരണം ഉറപ്പാക്കിയതിന് ശേഷം ഒരു വെളുപ്പിനെ 3 മണിയോടുകൂടി ഇവിടുന്ന് ബസ്സിൽ കയറി പോയതാണ് മനസ്സിലായത്. ഇയാളുടെ പേരോ വിലാസമോ ഫോൺ നമ്പറോ ഒന്നും തന്നെ ഈ ഹോട്ടലുകാരുടെ കൈവശമോ ഈ നാട്ടുകാരുടെ കൈവശമോ ആദ്യം തന്നെ ഇല്ലായിരുന്നു. അത് നമുക്കൊരു വെല്ലുവിളിയായിരുന്നു. അതിനുശേഷം ഈ CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച് ചില ക്ലൂ ലഭിച്ചതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ കോട്ടയം പോലീസ് സഹായത്തോടുകൂടി ഈ പ്രതിയെ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് കോടതി പീരുമേട് ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. അന്വേഷണ സംഘത്തിൽ പീരുമേട് IPSHO OV ഗോപിചന്ദ്, ഇൻസ്പെക്ടർമാരായ വിനീത് V, സിയാദ്, നൌഷാദ്, SI സന്തോഷ്, CPOമാരായ മനു ആൽവിൻ, നിതീഷ് ഡെന്നീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഏലപ്പാറയിലെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പീരുമേട് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.